ഇന്ന് 2026 മാർച്ച് 24 ഹോർമുസ് കടലിടുക്കിലെ പുകയുന്ന യുദ്ധക്കപ്പലുകൾക്കിടയിലൂടെ മരിച്ച് മണ്ണടിഞ്ഞെന്ന് കരുതിയ സോംബി കപ്പലുകൾ ചരക്കുമായി പുനർജനിക്കുമ്പോൾ അപ്പുറത്ത് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമീനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ അപ്രതീക്ഷിതമായി സമാധാനത്തിന്റെ വാതിൽ തുറക്കുകയാണ്. ഒരു വശത്ത് പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായി ആഗോള സൂചികയിൽ ഒന്നാമതെത്തി ഒറ്റപ്പെടുമ്പോൾ മറുവശത്ത് അതേ പാകിസ്ഥാൻ തന്നെ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഒരു സർപ്രൈസ് മധ്യസ്ഥനായി വേഷം മാറുന്നു. എന്നാൽ ഈ ആഗോള പ്രഭാവലയങ്ങൾക്കിടയിലും ഖത്തർ ഗ്യാസ് പ്രതിസന്ധിയെയും യുദ്ധഭീഷണിയെയും അതിജീവിച്ച് ആത്മനിർഭർ ഭാരതത്തിന്റെ യൂറിയ കവചവും എഥനോൾ വിപ്ലവവുമായി ഭാരതം സുരക്ഷിതമായി മുന്നേറുകയാണ്. ലോകം ഒരു നൂൽപാലത്തിലൂടെ നടക്കുമ്പോൾ അധികാരത്തിന്റെയും അതിജീവനത്തിന്റെയും ഈ നിഴൽ യുദ്ധങ്ങൾ എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? പരിശോധിക്കാം. വെൽക്കം ടു ലോക. നമ്മുടെ ഭാവനയ്ക്കും അപ്പുറമുള്ള ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ ലോകം അതിനെ വിളിക്കുന്നത് അത്ഭുതം എന്നാണ്. എന്നാൽ ഇന്ന് ഹോർമുസിൽ സംഭവിക്കുന്നത് കേവലം അത്ഭുതമല്ല, മറിച്ച് ഭീതിപ്പെടുത്തുന്ന ഒരു നിഗൂഢതയാണ്. ലോകം യുദ്ധത്തിന്റെ നിഴലിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുമ്പോഴും ഹോർമുസിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. മരിച്ചു മണ്ണടിഞ്ഞുവെന്ന് നമ്മൾ കരുതിയവർ തിരിച്ചു വരികയാണ്, പക്ഷേ മനുഷ്യരല്ല, കപ്പലുകൾ. 5 വർഷം മുൻപ് ബംഗ്ലാദേശിലെ ഷിപ്പ് ബ്രേക്കിംഗ് യാർഡിൽ വെച്ച് പൊളിച്ചു നീക്കിയ നബീൻ എന്ന കപ്പൽ കഴിഞ്ഞ ദിവസം ഹോർമുസിൽ ചരക്കുമായിട്ട് പോകുന്നതാണ് ലോകത്തെ ഇപ്പോൾ അമ്പരപ്പിച്ചിരിക്കുന്നത്. ഇതൊരു സാങ്കേതിക തകരാറാണോ, അതോ കടലിലെ പുതിയ തരം ഷാഡോ വാർ, നിഴൽ യുദ്ധമാണോ? ലോകം കണ്ടിട്ടില്ലാത്ത ഈ വേഷപ്പകർച്ചയുടെ രഹസ്യം എന്താണ്? നബീൻ, ജമാൽ എന്നീ കപ്പലുകൾ എങ്ങനെ പുനർജനിച്ചു? ഹോർമുസിലെ ഈ സോംബി കപ്പലുകളുടെ നിഗൂഢതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. കാര്യം വളരെ സീരിയസ് ആണ്. ഫെബ്രുവരി അവസാനം മുതൽ തുടങ്ങിയ സംഘർഷം കാരണം ഹോർമുസ് കടലിടുക്ക് ഏകദേശം അടഞ്ഞ നിലയിലായിരുന്നു. ഈ സാഹചര്യത്തിലൊക്കെയാണ് ഷിപ്പ് ട്രാക്കിംഗ് ഡേറ്റകളിൽ വിചിത്രമായ ചില കാര്യങ്ങൾ കണ്ടു തുടങ്ങിയത്. ആദ്യത്തെ താരം നബീനാണ്. 2002 നിർമ്മിച്ച ഈ ടാങ്കർ 5 വർഷം മുമ്പ് ബംഗ്ലാദേശിൽ വെച്ച് സ്ക്രാപ്പ് ചെയ്തതാണ്. നിയമപരമായിട്ട് ഈ കപ്പൽ ഇപ്പോൾ ലോകത്തില്ല. പക്ഷേ കഴിഞ്ഞ തിങ്കളാഴ്ച ഈ കപ്പൽ പെർഷ്യൻ ഗൾഫിൽ നിന്ന് ഒമാൻ ഉൾക്കടലിലേക്ക് ഫുൾ ലോഡുമായി യാത്ര ചെയ്യുന്നത് റേഡാറുകളിൽ തെളിഞ്ഞു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതും ലോകത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നബീൻ പ്രത്യക്ഷപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജമാൽ എന്ന മറ്റൊരു കപ്പലും ഇത്തരത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. LNG വാഹക കപ്പലായ ജമാൽ കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ അലാങ്ങിൽ വെച്ച് പൊളിച്ചു നീക്കിയ കപ്പലാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നാമാവശേഷമായ കപ്പലുകൾ ഹോർമുസിൽ പുനർജനിക്കുന്ന ഈ പ്രതിഭാസത്തെയാണ് ലോകം സോംബി കപ്പലുകൾ, സോംബി ഷിപ്പ് എന്ന് വിളിക്കുന്നത്. മരിച്ച കപ്പലുകളുടെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ജീവനുള്ള കപ്പലുകൾ നടത്തുന്ന ഈ വേഷപ്പകർച്ച സമുദ്ര സുരക്ഷാ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. അന്താരാഷ്ട്ര നിയമപ്രകാരം എല്ലാ കപ്പലുകൾക്കും AIS, അതായത് ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം നിർബന്ധമാണ്. കപ്പലിന്റെ ലൊക്കേഷൻ, സ്പീഡ് എന്നിവയൊക്കെ ഇതിലൂടെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ സോംബി ഷിപ്സിന് ഇത് ചെയ്യുന്നത് തങ്ങളുടെ ഒറിജിനൽ ഐഡന്റിറ്റി മറച്ചുവെച്ച് പണ്ട് പൊളിച്ച ഒരു കപ്പലിന്റെ IMO, അതായത് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നമ്പറും പേരും ഉപയോഗിക്കുന്നു. അതായത് റേഡാറിൽ നോക്കുന്നവർക്ക് അത് നബീനായി തോന്നും, പക്ഷേ സത്യത്തിൽ അത് മറ്റൊരു കപ്പലായിരിക്കും. എന്തിനാണ് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. സിമ്പിളായിട്ട് പറഞ്ഞാൽ സാങ്ഷൻസ്, യെസ്, ഉപരോധങ്ങൾ മറികടക്കാൻ. അമേരിക്കയുടെയും മറ്റും കണ്ണുവെട്ടിച്ച് എണ്ണ കടത്താൻ ഇതിലും നല്ലൊരു ഓപ്ഷൻ ഇല്ല. ഇറാന്റെയോ റഷ്യയുടെയോ എണ്ണ വിദേശ രാജ്യങ്ങൾ വാങ്ങാതിരിക്കാൻ ഏർപ്പെടുത്തിയ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എണ്ണക്കടത്ത് നടത്താനാണ് ഈ ഒരു വേഷപ്പകർച്ച. തങ്ങളുടെ ഒറിജിനൽ പേരും നമ്പറും ഒക്കെ മറച്ചുവെച്ച് ഈ പഴയ മരിച്ച കപ്പലുകളുടെ AIS, ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം, ഈ സിഗ്നലുകൾ ഇവർ ഹാക്ക് ചെയ്യുന്നു. ഇപ്പോഴത്തെ യുദ്ധസമാനമായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ സാധാരണ കപ്പലുകൾക്ക് ഇൻഷുറൻസ് കിട്ടില്ലായിരുന്നു. അവ ഈ വഴിക്ക് വരാൻ ഭയപ്പെടും. അവിടെയാണ് ഈ സോംബി കപ്പലുകളുടെ പ്രസക്തി. ആരും കാണാതെ പേരും നാളും മാറ്റി ഇവർ എണ്ണ കടത്തുന്നു. ഇറാഖിലെ ഖോറൽ സുബൈറിൽ പോയി ലോഡെടുത്ത് ഒമാൻ ഉൾക്കടലിലേക്ക് കടക്കുന്ന ഈ നിഴൽ കപ്പലുകൾ ലോക സമ്പദ് വ്യവസ്ഥയുടെ ഷാഡോ എംപയർ ആണ് നിയന്ത്രിക്കുന്നത്. ഇവിടെ ശരിക്കും ഒരു വില്ലനുണ്ട്. അത് ഒരു വലിയ അപകടമാണ്. അതായത് ഈ സോംബി കപ്പലുകൾ പലപ്പോഴും കാലപ്പഴക്കം ചെന്നവയും വളരെ കണ്ടീഷൻ മോശമായവയും ഒക്കെ ആയിരിക്കാം. ഈ ട്രാൻസ്മിഷൻ സിഗ്നലുകൾ ഓഫ് ചെയ്യുന്നതിലൂടെയും തെറ്റായ വിവരങ്ങൾ നൽകുന്നതിലൂടെയും മറ്റ് കപ്പലുകളുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു ചെറിയ അപകടം പോലും സമുദ്രത്തിൽ വലിയ ഒരു എണ്ണച്ചോർച്ചയ്ക്ക് കാരണമാവുകയും അത് ഹോർമുസ് മേഖലയിലെ പരിസ്ഥിതിയെ എന്നേക്കുമായി തകർക്കുകയും ചെയ്യും. ഇൻഷുറൻസ് കമ്പനികളോ ഉത്തരവാദിത്തപ്പെട്ട ഉടമകളോ ഇല്ലാത്തതിനാൽ അത്തരം ഒരു ദുരന്തമുണ്ടായാൽ അതിന് നഷ്ടപരിഹാരം നൽകാനോ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനോ ആരും മുന്നോട്ട് വരില്ല എന്ന യാഥാർത്ഥ്യം ഭയാനകമാണ്.
ഈ കപ്പലുകൾക്ക് കൃത്യമായ ഉടമസ്ഥാവകാശ രേഖകളില്ല, ഇൻഷുറൻസ് ഇല്ല. ഒരു ദുരന്തം സംഭവിച്ചാൽ കടലിലെ ജീവജാലങ്ങൾക്കും പരിസ്ഥിതിക്കും സംഭവിക്കുന്ന ആഘാതം നിർത്താൻ ആരും മുന്നോട്ട് വരില്ല. ഇത് സമുദ്ര സുരക്ഷാ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. സോംബി കപ്പലുകളുടെ സാന്നിധ്യം അന്താരാഷ്ട്ര നാവിക സുരക്ഷാ ഏജൻസികൾക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഒരു കപ്പൽ പൊളിച്ചു നീക്കിയതായി രേഖപ്പെടുത്തിയാൽ അതിന്റെ ഐഡന്റിറ്റി പിന്നീട് ആർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം റദ്ദാക്കേണ്ടതുണ്ട്. എന്നാൽ ഡിജിറ്റൽ സംവിധാനങ്ങളിലെ വിള്ളലുകൾ മുതലെടുത്ത് സമുദ്ര മാഫിയകൾ ഈ ഐഡന്റിറ്റികൾ മോഷ്ടിക്കുകയോ വിലയ്ക്ക് വാങ്ങുകയോ ചെയ്യുന്നു. ഇത് കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് ആഗോള സമുദ്ര ഗതാഗതത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. സാങ്കേതികമായിട്ട് വളരെയധികം മുന്നേറിയ ആധുനിക ലോകത്ത് പോലും കപ്പലുകളെ കണ്ടെത്താൻ കഴിയാത്ത വിധം മറച്ചു പിടിക്കാൻ സാധിക്കുന്നു എന്നത് നമ്മുടെ നിരീക്ഷണ സംവിധാനങ്ങളിലെ പോരായ്മയായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നബീൻ, ജമാൽ എന്നീ കപ്പലുകൾ ശരിക്കും ഒരു തുടക്കം മാത്രമാണ് എന്ന് വേണം പറയാൻ. മധ്യേഷ്യൻ പ്രതിസന്ധി നീണ്ടു നിൽക്കുന്നിടത്തോളം കാലം ഇനിയും ഇത്തരം നിരവധി പ്രേതങ്ങൾ കടലിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇവ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനേക്കാൾ പ്രധാനമായിട്ട് ആരാണ് ഇവയെ നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യത്തിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങൾ മോഷ്ടിക്കാൻ എളുപ്പമാണ് എന്നത് കപ്പലുകൾക്കും ബാധകമായിരിക്കുന്നു. സമുദ്ര മാഫിയകൾ പഴയ ഐഡന്റിറ്റികൾ വിലയ്ക്ക് വാങ്ങുന്നു. ലോകരാജ്യങ്ങൾ ഒത്തൊരുമിച്ച് ഈ മാരിടൈം ഫ്രോഡ് തടഞ്ഞില്ല എങ്കിൽ നമ്മുടെ സമുദ്രങ്ങൾ അരാജകത്വത്തിന്റെ വേദിയായി മാറും. ഹോർമസിലെ ഈ പ്രേത കപ്പലുകൾ വെറും ഒരു കൗതുക വാർത്തയല്ല, ഇത് വരാനിരിക്കുന്ന വലിയൊരു പൊട്ടിത്തെറിയുടെ സൂചനയുമാകാം. കടലിലെ ഈ നിഴൽ രൂപങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇതിന് പിന്നിൽ ശരിക്കും ആരാണ്? വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോക ഭൂപടത്തിൽ ഒരു രാജ്യം എങ്ങനെ സ്വയം കുഴി തോണ്ടി വീഴുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ. വിതച്ചതേ കൊയ്യൂ എന്ന് കേട്ടിട്ടില്ലേ? സംഗതി അതുതന്നെയാണ്. പണ്ട് വിതച്ചത് പാകിസ്ഥാൻ ഇപ്പോൾ കൊയ്യുന്നു, ഇന്ന് കൊയ്യുകയാണ്. ഭീകരവാദത്തെ അയൽ രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു സ്ട്രാറ്റജിക് ടൂൾ ആയിട്ട് ഉപയോഗിച്ച പാകിസ്ഥാൻ ഇന്ന് അതേ തീയിൽ വെന്തുരുകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2026 ആഗോള ഭീകരവാദ സൂചിക ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2026 റിപ്പോർട്ട് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭീകരവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ 1ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. അതെ, അഫ്ഗാനിസ്ഥാനെയും ബുർക്കീന ഫാസോയെയും ഒക്കെ പിന്നിലാക്കി പാകിസ്ഥാൻ ഈ നാണം കെട്ട നേട്ടത്തിൽ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇത് കേവലം ഒരു കണക്കല്ല, പാകിസ്ഥാൻ എന്ന രാഷ്ട്രം നേരിടുന്ന ടോട്ടൽ കൊളാപ്സിന്റെ സർവനാശത്തിന്റെ സൂചനയാണ്. ഇതിനിടയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു വലിയ നീക്കം പാകിസ്ഥാനെ ശരിക്കും ശ്വാസം മുട്ടിക്കുകയാണ്. സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. വെള്ളവും ചോരയും ഒരുമിച്ച് ഒഴുകില്ല എന്ന മോദി സർക്കാരിന്റെ നയം പാകിസ്ഥാന്റെ അടിത്തറ ഇളക്കുകയാണ്. എന്താണ് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ലോകം അവരെ ഒരു ഔട്ട്കാസ്റ്റ് ആയിട്ട് കാണുന്നത്? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് IEP പുറത്തുവിട്ട റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് ആദ്യം നോക്കാം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പാകിസ്ഥാനിലെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ 6% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2025 മാത്രം പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടത് 1139 പേരാണ്. ഇതുകൂടാതെ 1045 ആക്രമണങ്ങൾ ഉണ്ടാവുകയും 1595 പേർക്ക് പരിക്കേൽക്കുകയും 655 പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. ഇത് 2013 ശേഷമുള്ള ഏറ്റവും വലിയ മരണനിരക്കുമാണ്. ഇവിടെ പ്രധാനമായും 2 ഗ്രൂപ്പുകളാണ് പാകിസ്ഥാനെ വിറപ്പിക്കുന്നത്. ഒന്ന് തെഹ്രീക് എ താലിബാൻ പാകിസ്ഥാൻ TTP, രണ്ടാമതായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA. ഇതിൽ TTPയുടെ വളർച്ച ശരിക്കും അലാമിംഗ് ആണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ 3ാമത്തെ ഭീകര സംഘടനയായി TTP മാറിയിരിക്കുന്നു. തമാശ എന്താണ് എന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വരാൻ എല്ലാ സഹായവും ചെയ്തത് പാകിസ്ഥാനായിരുന്നു. പക്ഷെ ഇന്ന് അതേ അഫ്ഗാൻ താലിബാന്റെ തണലിൽ വളരുന്ന TTP പാകിസ്ഥാൻ സൈന്യത്തെ തന്നെ കൊന്നൊടുക്കുന്നു. ഇതിനെയാണ് കർമ്മ എന്ന് പറയുന്നത്. പണ്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ അവർ വളർത്തിയ പാമ്പുകൾ ഇന്ന് അവരെ തന്നെ തിരിഞ്ഞുകൊത്തുന്നു. പാകിസ്ഥാനിലെ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഖൈബർ പത്തൂൺഖ്വ മേഖലയിൽ മാത്രം കഴിഞ്ഞ വർഷം 595 ആക്രമണങ്ങളാണ് നടന്നത്. സൈനികർക്ക് സ്വന്തം ക്യാമ്പുകളിൽ പോലും രക്ഷയില്ലാത്ത അവസ്ഥ. മറുഭാഗത്ത് ബലൂചിസ്ഥാനിൽ BLA നടത്തുന്ന ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ സാമ്പത്തിക താൽപര്യങ്ങളെ, പ്രത്യേകിച്ച് ചൈനീസ് പ്രൊജക്ടുകളെ സാരമായി ബാധിക്കുന്നുണ്ട്. സാമ്പത്തികമായി പാപ്പരായ ഒരു രാജ്യം, രാഷ്ട്രീയമായി അസ്ഥിരമായ ഒരു രാജ്യം ഇപ്പോൾ ഭീകരവാദത്തിന്റെ കൂടി കേന്ദ്രമാകുമ്പോൾ പതനം പൂർണ്ണമാവുകയാണ്. ബുർക്കിന ഫാസോ, നൈജീരിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഗണത്തിലേക്കാണ് പാകിസ്ഥാൻ ഇന്ന് കൂപ്പുകുത്തിയിരിക്കുന്നത്. ലോകത്തെ ആകെ ഭീകരവാദ മരണങ്ങളിൽ 70% നടക്കുന്നത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വെറും 5 രാജ്യങ്ങളിലാണ് എന്നത് ഭയാനകമായ ഒരു കാര്യമാണ്. ഇനി പാകിസ്ഥാൻ ഇങ്ങനെ തകരുമ്പോൾ ഇന്ത്യ എന്താണ് ചെയ്യുന്നത്? ഇന്ത്യ വെറുതെ നോക്കി നിൽക്കുകയല്ല, സ്ട്രാറ്റജിക്കായി പാകിസ്ഥാനെ പൂട്ടുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ എടുത്ത നിലപാട് ലോകം ശ്രദ്ധിച്ചതാണ്.
1960 ഒപ്പിട്ട ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പാകിസ്ഥാനിലെ കാർഷിക മേഖലയുടെയും വൈദ്യുതി ഉൽപാദനത്തിന്റെയും ജീവനാഡിയാണ് ഈ നദികൾ. വെള്ളം വേണമെങ്കിൽ ഭീകരവാദം അവസാനിപ്പിക്കൂ എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ ഇന്ത്യൻ പ്രതിനിധി പി ഹരീഷ് നടത്തിയ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ലളിതമാണ്. കരാറുകളുടെ പവിത്രതയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന് മുൻപ് മനുഷ്യജീവന്റെ പവിത്രത പാകിസ്ഥാൻ പഠിക്കണം. ഭീകരവാദം പാകിസ്ഥാന്റെ സ്റ്റേറ്റ് പോളിസിയായിട്ട് തുടരുന്നിടത്തോളം കാലം ഇന്ത്യയുമായി യാതൊരു ചർച്ചയും ഉണ്ടാകില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. ലഷ്കർ ഇ തൊയ്ബയുടെ ബി ടീം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF പേൽഗാമിൽ നടത്തിയ ആക്രമണം ഇന്ത്യയുടെ ക്ഷമ നശിപ്പിച്ചിരിക്കുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പാകിസ്ഥാൻ നൽകുന്ന സപ്പോർട്ട് ഇനിയും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയാണ്. നദീജല വിതരണത്തിന്റെ മുകൾ തട്ടിലുള്ള രാജ്യമെന്ന നിലയിൽ ഇന്ത്യ കാട്ടുന്ന മര്യാദയും കരാറുകളോടുള്ള വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടാത്തതാണ്. അയൽ രാജ്യങ്ങളുമായുള്ള എല്ലാ ജലകരാറുകളും ഇന്ത്യ എന്നും അക്ഷരം പ്രതി പാലിച്ചിട്ടുണ്ട്. പക്ഷേ റെസ്പോൺസിബിലിറ്റി എന്നത് ഒരു വശത്ത് മാത്രം പോരല്ലോ. ഒരു വശത്ത് ഭീകരരെ അയക്കുക, മറുവശത്ത് കരാറുകൾ പാലിക്കണമെന്ന് പറയുക. ഈ ഇരട്ടത്താപ്പ് ഇനി നടക്കില്ല. ഏതായാലും പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ അവസ്ഥ പാകിസ്ഥാനെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് നോക്കാം. വിദേശ നിക്ഷേപകർ പാകിസ്ഥാനെ കണ്ടാൽ ഓടുന്ന അവസ്ഥയാണ്. അന്താരാഷ്ട്ര ഏജൻസികൾ പാകിസ്ഥാനെ ഒരു ഹൈ റിസ്ക് കൺട്രി ആയിട്ട് മുദ്രകുത്തി കഴിഞ്ഞു. ദാരിദ്ര്യം, പട്ടിണി, വിലക്കയറ്റം ഇതിനെല്ലാം പുറമെയാണ് ഈ ഭീകരവാദവും. സ്വന്തം മണ്ണിലെ ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിക്കാതെ പാകിസ്ഥാന് രക്ഷയില്ല എന്നർത്ഥം. പക്ഷെ അത് ചെയ്യാൻ പാകിസ്ഥാൻ സൈന്യത്തിന് താല്പര്യമില്ല. കാര്യം വേറൊന്നുമല്ല, ഭീകരവാദം ഇല്ല എങ്കിൽ അവർക്ക് രാജ്യത്ത് അധികാരത്തിൽ തുടരാൻ കഴിയില്ല. ഇതാണ് പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് 2026 ഈ GTI റിപ്പോർട്ട് പാകിസ്ഥാനുള്ള അവസാനത്തെ വാർണിംഗ് ആണ്. സമാധാനത്തിന്റെ വഴി തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെടുകയോ ചെയ്യുക. ഇതാണ് പാകിസ്ഥാന് മുന്നിലുള്ള ഓപ്ഷനുകൾ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം 25 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു സമാധാന ചർച്ചയ്ക്ക് വഴി തെളിയുകയാണ്. ഇതിൽ വില്ലൻ വേഷത്തിൽ നിന്ന് മാറി ഒരു സമാധാന ദൂതന്റെ റോളിൽ ഒരു രാജ്യം പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. അതേ, ലോകം ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരുന്ന ആ വാർത്ത വന്നെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 25 ദിവസമായി ലോകത്തെ മുൾമുനയിൽ നിർത്തിയ അമേരിക്ക ഇറാൻ യുദ്ധം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഹോർമുസ് കടലിടുക്ക് കത്തിയെരിയുമ്പോൾ, ആഗോള എണ്ണ വിപണി തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ ഇത് അപ്രതീക്ഷിതമായ ഒരു സമാധാന ചർച്ചയ്ക്ക് വഴി തുറക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നു എന്നാണ് സൂചനകൾ. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ അത്ഭുതം മീഡിയേറ്റർ ആയിട്ട് വരുന്നത് ആരാണ് എന്നതിലാണ്. അത് മറ്റാരുമല്ല, സാമ്പത്തികമായും ആഭ്യന്തരപരമായും തകർന്നു കിടക്കുന്ന പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങൾ ചേർന്നൊരു വമ്പൻ സമാധാന നീക്കം നടത്തുകയാണ്. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി ചർച്ചകൾക്കായി പാകിസ്ഥാനിലേക്ക് തിരിച്ചു കഴിഞ്ഞു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഒരു മാറ്റം ഉണ്ടായത്? ട്രംപ് പെട്ടെന്ന് ചർച്ചയ്ക്ക് തയ്യാറായത് എന്തുകൊണ്ടാണ്? പാകിസ്ഥാന്റെ റോൾ എന്താണ്? പരിശോധിക്കാം. നമുക്ക് ഈ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഒന്ന് നോക്കാം. ഫെബ്രുവരി അവസാനം മുതൽ തുടങ്ങിയ ഈ ഒരു ഏറ്റുമുട്ടൽ ഇന്ന് 25ാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു. ട്രംപ് അധികാരം ഏറ്റെടുത്ത ഉടനെ ഇറാന് നൽകിയ അന്ത്യശാസനം അവഗണിച്ചതോടെയാണ് മിസൈലുകൾ പറന്നു തുടങ്ങിയതെന്ന് പറയണം. ഇറാന്റെ പവർ പ്ലാന്റുകളും എണ്ണ ടാങ്കറുകളും അമേരിക്കൻ ഡ്രോണുകൾ തകർത്തു. ഇതിന് മറുപടിയായിട്ട് ഇറാൻ ഹോർമുസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്തു. ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു? ലോകത്ത് പെട്രോൾ, ഡീസൽ വില കുതിച്ചുയർന്നു. ഷിപ്പിംഗ് ഇൻഡസ്ട്രി തകർന്നു. ആഗോള സാമ്പത്തിക മേഖല ഒരു മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് ഇവിടെ അവസാനിക്കണമെന്ന നിലപാടിലേക്ക് ട്രംപ് എത്തിയത് എന്ന് വേണം കരുതാൻ. സമാധാനം വേണമെങ്കിൽ അത് എങ്ങനെ സാധ്യമാക്കാം എന്നതിനെ കുറിച്ച് ട്രംപ് ഭരണകൂടം ഗൗരവമായി ചിന്തിച്ചു തുടങ്ങി. ഒരു യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ ഇത് അവസാനിപ്പിക്കാൻ ചിലപ്പോൾ മൂന്നാമതൊരാൾ വേണ്ടിവരും. ഇവിടെ 3 രാജ്യങ്ങളാണ് മധ്യസ്ഥരായി രംഗത്തുള്ളത്: ഈജിപ്ത്, തുർക്കി, പിന്നെ പാകിസ്ഥാൻ. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ പാകിസ്ഥാന്റെ റോളാണ് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല കാര്യം, പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ പട്ടികയിൽ ഒന്നാമതാണ്. പക്ഷേ നയതന്ത്രപരമായി അവർക്ക് ഒരു പ്രത്യേക പൊസിഷൻ ഉണ്ട്. അതായത് അമേരിക്കയുമായി അവർക്ക് വർഷങ്ങളായുള്ള സൈനിക ബന്ധമുണ്ട്. അതേസമയം ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. അങ്ങനെ ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധം കണക്കിലെടുക്കുമ്പോൾ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു അവസരം തികച്ചും സവിശേഷമാണ്. ഈജിപ്തും തുർക്കിയും ഇതിനകം തന്നെ ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഈ 3 രാജ്യങ്ങളുടെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഹോർമുസ് ക്രൈസിസ് അവസാനിപ്പിക്കുക എന്നതാണ്. എണ്ണ വിതരണം പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ ഈ രാജ്യങ്ങളുടെയും അവസ്ഥ പരുങ്ങലിലാകും. ഡൊണാൾഡ് ട്രംപിനെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ്. യുദ്ധം കൊണ്ട് ഇറാന്റെ നടുവൊടിക്കാമെന്ന് അദ്ദേഹം കരുതി, പക്ഷേ ഇറാൻ വഴങ്ങിയില്ല.
യുദ്ധം നീണ്ടുപോയാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കുമെന്ന് ട്രംപിന് ബോധ്യപ്പെടുകയും ചെയ്തു. റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിന്റെ പ്രത്യേക ദൂതൻ ഇപ്പോൾ ഇസ്ലാമാബാദിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഉന്നത പ്രതിനിധികളുമായി പാകിസ്ഥാൻ മണ്ണിൽ വെച്ച് ചർച്ച നടത്താനാണ് പ്ലാൻ. ട്രംപ് തന്റെ ഈഗോ മാറ്റിവെച്ച് ചർച്ചയ്ക്ക് തയ്യാറായത് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിലൂടെ താനൊരു സമാധാന സ്ഥാപകൻ ആണെന്ന് വരുത്തി തീർക്കാനും അദ്ദേഹം ശ്രമിച്ചാലും അത്ഭുതപ്പെടാനില്ല. പാകിസ്ഥാൻ എങ്ങനെയാണ് ഈ ഒരു റോൾ കൈക്കലാക്കിയത്? അതാണ് അടുത്തൊരു ചോദ്യം. പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറിന്റെ ബുദ്ധിയാണ് ഇതിന് പിന്നിലെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ വലിയൊരു സാമ്പത്തിക തകർച്ചയിലാണ്. അമേരിക്കയിൽ നിന്ന് സാമ്പത്തിക സഹായം വേണമെങ്കിൽ അവർക്ക് ട്രംപിന്റെ പ്രീതി പിടിച്ചു പറ്റണം. അതിനുള്ള ഏറ്റവും നല്ല വഴി അമേരിക്കയും ഇറാനും തമ്മിലുള്ള മധ്യസ്ഥനാവുക എന്നത് തന്നെയായിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്നും ലോക രാജ്യങ്ങളിൽ നിന്നും നേരിടുന്ന സമ്മർദ്ദം കുറയ്ക്കാൻ ഇത്തരം ഒരു ഗ്ലോബൽ റോള് പാകിസ്ഥാന് ആവശ്യമാണ്. തങ്ങൾ ഒരു ഭീകരവാദ രാഷ്ട്രം മാത്രമല്ല, ലോകത്തിന് ആവശ്യമായ സമാധാന ദൂതൻ കൂടിയാണ് എന്ന് കാണിക്കാനുള്ള പാകിസ്ഥാന്റെ അവസാന ശ്രമമാണിത്. ഇതിനിടയിൽ ഇന്ത്യയുടെ നിലപാട് എന്താണ്? പാകിസ്ഥാൻ സമാധാന ദൂതനായി മാറുന്നത് ഇന്ത്യ വളരെ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്. ഒരു വശത്ത് ഭീകരവാദം വളർത്തുന്ന പാകിസ്ഥാൻ, മറുവശത്ത് സമാധാന ചർച്ചകൾക്ക് ആതിഥ്യം വഹിക്കുന്നു. ഇതൊരു വലിയ നാടകമാണ് എന്ന് ഇന്ത്യ കരുതുന്നു. മുൻപ് പറഞ്ഞതുപോലെ ഉത്തരവാദിത്തമുള്ള ഒരു അപ്പർ റിപ്പേരിയൻ സ്റ്റേറ്റ് എന്ന നിലയിൽ ഇന്ത്യ സിന്ധു നദീജല കരാറിൽ കടുത്ത നിലപാടെടുത്തത് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ആ സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി കൂടിയാകാം ഈ ഒരു മധ്യസ്ഥത എന്ന് പറയണം. എങ്കിലും ഹോർമുസിലെ യുദ്ധം അവസാനിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ല വാർത്ത തന്നെയാണ്. കാരണം നമ്മുടെ എണ്ണ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും ആ വഴിയിലൂടെയാണ് വരുന്നത്. അവസാനമായി നമുക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: യുദ്ധം അവസാനിക്കുമോ എന്നുള്ളത്. 25 ദിവസത്തെ രക്തച്ചൊരിച്ചിലിന് ശേഷം ഒരു വെടിനിർത്തൽ, ഒരു ട്രൂസ് ഉണ്ടാകുമോ? പാകിസ്ഥാനിലെ ചർച്ചകൾ വിജയിച്ചാൽ അത് 2026 ഏറ്റവും വലിയ നയതന്ത്ര വിജയമായിരിക്കുമെന്ന് തന്നെ പറയണം. പക്ഷേ ഇറാൻ വെക്കുന്ന ഡിമാൻഡുകൾ അമേരിക്ക അംഗീകരിക്കുമോ? ട്രംപ് ഉപരോധങ്ങൾ നീക്കുമോ? ഹോർമുസിലെ ആ സോംബി കപ്പലുകൾക്ക് പിന്നിലെ രഹസ്യവും ഈ ചർച്ചയോടെ വെളിപ്പെടുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ലോകം ഒരു പുതിയ തീരുമാനത്തിനായിട്ടും കാതോർക്കുന്നുണ്ട്. സമാധാനം വേണോ അതോ സർവനാശത്തിന്റെ മൂന്നാം ലോക മഹായുദ്ധം വേണോ എന്നുള്ളത്. ഉത്തരം പാകിസ്ഥാനിലെ ഈ ചർച്ചകളിൽ നിന്നാണ് ലഭിക്കുക. പശ്ചിമേഷ്യയിലെ സംഘർഷം കാരണം ഇന്ത്യയിലേക്കുള്ള LNGയുടെ വരവ് നിലച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലമായിട്ട് ഇന്ത്യയിലെ ഭൂരിഭാഗം യൂറിയ പ്ലാന്റുകളും ഇപ്പോൾ പകുതി കപ്പാസിറ്റിയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ പ്രതിസന്ധിക്ക് ഇടയിലും നമ്മുടെ കർഷകരെ സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മാന്ത്രിക കവചം ഒരുക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ നെയ്തെടുത്ത ആത്മനിർഭർ ഭാരത് എന്ന സുരക്ഷാ കവചത്തിന്റെ കരുത്താണ്. യുദ്ധം കാരണം ലോകം മുഴുവൻ വളത്തിന് വില കൂടുമ്പോൾ ഇന്ത്യയിൽ മാത്രം വില കൂടാത്തത് എന്തുകൊണ്ട്? ഖത്തറിലെ ഗ്യാസ് പ്രതിസന്ധി നമ്മളെ എങ്ങനെ ബാധിക്കും? എഥനോൾ എങ്ങനെയാണ് നമ്മുടെ ഇന്ധന വിലയെ പിടിച്ചു നിർത്തുന്നത്? ഇന്ത്യയുടെ ഈ ആത്മനിർഭർ പോരാട്ടത്തിന്റെ കഥ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കാം. ഇന്ത്യയിലെ യൂറിയ ഉൽപാദനത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് നാച്ചുറൽ ഗ്യാസ് ആണ്. ഇതിൽ ഏതാണ്ട് 86% നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് പശ്ചിമേഷ്യയിൽ നിന്നാണ്. ഹോർമോസ് കടലിടുക്കിലെ സംഘർഷം കാരണം ഖത്തറിൽ നിന്നുള്ള LNG കപ്പലുകൾ വരുന്നത് തടസ്സപ്പെട്ടു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ പ്രധാന യൂറിയ പ്ലാന്റുകളെല്ലാം 50% കപ്പാസിറ്റിയിലാണ് പ്രവർത്തിക്കുന്നത്. ഗ്യാസ് വിതരണം കുറഞ്ഞതോടെ ഉൽപാദനം പകുതിയായി കുറഞ്ഞു. സാധാരണഗതിയിൽ ഇതൊരു വലിയ ഭക്ഷ്യ പ്രതിസന്ധി, അതായത് ഫുഡ് ക്രൈസിസിന് കാരണമാകേണ്ടതാണ്. കാരണം ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഖാരിഫ് സീസണിലേക്ക് കർഷകർക്ക് ടൺ കണക്കിന് വളം ആവശ്യമാണ്. പക്ഷേ ഇവിടെയാണ് സർക്കാർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത ആ സ്ട്രാറ്റജി വിജയിക്കുന്നത്. എന്താണ് ഈ ഒരു മോദി കവചം അഥവാ യൂറിയ ഷീൽഡ്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യ പുതിയതായി 6 യൂറിയ പ്ലാന്റുകളാണ് കമ്മീഷൻ ചെയ്തത്. ഇത് നമ്മുടെ ആഭ്യന്തര ഉൽപാദന ശേഷി 76 ലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിപ്പിച്ചു. പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്. ലോകത്ത് യൂറിയയുടെ വില 3000 രൂപ കടന്നപ്പോഴും ഇന്ത്യൻ കർഷകന് അത് 300 രൂപയിൽ താഴെ ലഭ്യമാക്കി. ഇന്നും ആ നയം തുടരുകയാണ്. യുദ്ധം കാരണം ഇറക്കുമതി ചെലവ് കൂടിയെങ്കിലും ആ ഭാരം കർഷകരുടെ തലയിൽ കെട്ടിവെക്കാതെ സർക്കാർ തന്നെ സബ്സിഡിയായി ഏറ്റെടുത്തിരിക്കുന്നു. ഇത് മാത്രമല്ല, നാനോ യൂറിയ പോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ വഴി വളത്തിന്റെ ഉപയോഗം കുറയ്ക്കാനും ഇന്ത്യക്ക് സാധിച്ചു. ഇപ്പോൾ യുദ്ധം കാരണം വിതരണം തടസ്സപ്പെട്ടാലും നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ബഫർ സ്റ്റോക്ക് ഉണ്ട് എന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു. ഏതാണ്ട് 61 ലക്ഷം ടൺ യൂറിയ നിലവിൽ സ്റ്റോക്കുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 20% കൂടുതലാണ്. ഇനി ഇന്ധനത്തിന്റെ കാര്യം നോക്കാം. ഇറാൻ അമേരിക്ക സംഘർഷം കാരണം ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ എഥനോൾ ബ്ലെൻഡിംഗ് മിഷൻ തുണയ്ക്കുന്നത്. ഒരു പതിറ്റാണ്ട് മുമ്പ് വെറും 1.5% എഥനോൾ മിശ്രിതം ഇന്ന് E20 അതായത് 20% എത്തിയിരിക്കുകയാണ്. ഇതിലൂടെ മാത്രം കഴിഞ്ഞ ഒരു വർഷം 4.5 കോടി ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഒഴിവാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. അതായത് ഏതാണ്ട് 25,000 കോടി രൂപയുടെ വിദേശ നാണ്യം നമ്മൾ ലാഭിച്ചു. ഈ എഥനോൾ വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ കർഷകരുടെ കരിമ്പ് ചക്കിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും.
ചുരുക്കത്തിൽ പെട്രോളിന് വേണ്ടി അറബ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് ആ പണം നമ്മുടെ കർഷകർക്ക് തന്നെ നൽകുന്ന ഒരു മാതൃകയാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നത്. ഖത്തർ എനർജി തങ്ങളുടെ ചില പ്രൊഡക്ഷനുകൾ നിർത്തിവെച്ചത് ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ ഗ്യാസ് വിതരണത്തിന് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ്. വളം നിർമ്മാണശാലകൾക്ക് ഗ്യാസ് നൽകുന്നതിന് 1ാം പരിഗണന നൽകാൻ സർക്കാർ ഉത്തരവിട്ടു. ഭക്ഷ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ലോകത്തോട് പറയാൻ ഇന്ത്യക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വളം വില കൂടുമ്പോൾ ഇന്ത്യ റഷ്യയുമായും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായും പുതിയ ഉടമ്പടികൾ ഉണ്ടാക്കി ഇറക്കുമതി വൈവിധ്യവൽക്കരിച്ചു. അതുകൊണ്ട് തന്നെ ഒരു രാജ്യം വിചാരിച്ചാൽ ഇന്ത്യയെ പട്ടിണിക്കിടാൻ ഇന്ന് കഴിയില്ല. അതായത് സ്വന്തം ജനതയുടെ കാര്യം വരുമ്പോൾ ഇന്ത്യക്ക് സുവ്യക്തമായ നിലപാടുണ്ട്. 2026 ഈ ഖാരിഫ് സീസണിൽ കർഷകർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകുന്നു. സോളാർ പമ്പുകൾ നൽകുന്ന PM കുസും പദ്ധതി വഴി ഡീസലിന്റെ ഉപയോഗം കുറയ്ക്കാനും കഴിഞ്ഞു. ചുരുക്കത്തിൽ കൃഷിയെ ഇന്ധനവിലയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു വലിയ നീക്കമാണ് നടക്കുന്നത്. യുദ്ധം പുറത്തു നടക്കുമ്പോഴും ഇന്ത്യൻ കൃഷിഭൂമിയിൽ സമാധാനം ഉറപ്പാക്കാൻ ഈ നീക്കങ്ങൾ സഹായിക്കും. ഹോർമസ് കടലിടുക്കിലെ പുകയും വെടിയൊച്ചകളും ലോകത്തിനൊരു വലിയ പാഠമാണ് നൽകുന്നത്. ഒരു രാജ്യം അതിന്റെ ഊർജ്ജത്തിനും ഭക്ഷണത്തിനും വേണ്ടി മറ്റൊരു രാജ്യത്തെ മാത്രം ആശ്രയിച്ചാൽ യുദ്ധകാലത്ത് ആ രാജ്യം മുട്ടുമടക്കേണ്ടി വരും. എന്നാൽ ഭാരതം ഇന്ന് മുട്ടുമടക്കുന്നില്ല, മറിച്ച് ലോകത്തിന് വഴി കാണിക്കുകയാണ്. ഹോർമസ് കടലിടുക്ക് എന്ന് തുറക്കുമെന്നതിനേക്കാൾ ഇന്ത്യ എപ്പോൾ പൂർണ്ണമായും ആത്മനിർഭർ ആകും എന്നതിലാണ് നമ്മുടെ വിജയം. നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്ത ആത്മനിർഭർ ഭാരതം വെറും ഒരു മുദ്രാവാക്യമല്ല എന്ന് ഈ പ്രതിസന്ധി ഘട്ടം തെളിയിക്കുന്നു. ഗൾഫിലെ ഗ്യാസ് നിലച്ചപ്പോൾ നമ്മുടെ കർഷകന്റെ ചക്കിലെ എഥനോൾ കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ വളത്തിന് വില കുതിച്ചുയർന്നപ്പോൾ സ്വന്തം ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി രൂപ സബ്സിഡി നൽകി കർഷകനെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ഭരണകൂടം നമുക്കുണ്ട്. ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു നിമിഷത്തിനാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട്, ദശകങ്ങളായിട്ട് പശ്ചിമേഷ്യ വിറപ്പിച്ചു നിർത്തിയ ഇറാന്റെ ആ ഇരുമ്പ് മറകൾ തകരുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളെയും നയതന്ത്രജ്ഞരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി അമേരിക്കയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്. ആഴ്ചകളായി തുടരുന്ന രക്തരൂക്ഷിതമായ യുദ്ധത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ ഒരു മഞ്ഞുരുകലിന് വഴി തെളിയുകയാണ്. മുൻ നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് ശേഷം അധികാരം ഏറ്റെടുത്ത മൊജ്തബ പിതാവിന്റെ തീവ്ര നിലപാടുകൾ മാറ്റിവെച്ച് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ ചർച്ചയുടെ വാതിൽ തുറന്നിരിക്കുകയാണ്. ഇതൊരു സാധാരണ വാർത്തയല്ല. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിന്റെ ഭാവി നിശ്ചയിക്കുന്ന നീക്കമാണ് ഇത്. ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ ഇറാൻ ശരിക്കും കീഴടങ്ങിയതാണോ? മൊജ്തബ ഖമേനിയുടെ രഹസ്യ നീക്കങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ആഴത്തിലൊന്ന് നോക്കാം. ഈ മാറ്റത്തിന് പിന്നിലെ കാരണം 2026 ഫെബ്രുവരി 28 നടന്ന വലിയ സംഭവം തന്നെയാണ്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. അതോടെ ഇറാന്റെ അധികാര കേന്ദ്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഉലഞ്ഞുപോയിരുന്നു. പിതാവിന്റെ നിഴലിൽ ഒതുങ്ങി നിന്നിരുന്ന മൊജ്തബ ഖമേനി പെട്ടെന്ന് അധികാരത്തിലേക്ക് ഉയർത്തപ്പെട്ടു. IRGC, അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അധികാരം ഏറ്റെടുത്ത അദ്ദേഹത്തിന് മുന്നിലുള്ളത് തകർന്നടിഞ്ഞൊരു രാജ്യമാണ്. സമ്പദ് വ്യവസ്ഥ താറുമാറായിരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം പുകയുന്നു. ഈ സാഹചര്യത്തിലാണ് മാന്യമായ ഒരു വിട്ടുവീഴ്ച എന്ന നിലയിലേക്ക് മൊജ്തബ ചിന്തിച്ചു തുടങ്ങിയത് എന്ന് പറയാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഇറാൻ ഇപ്പോൾ ഗൗരവകരമായ ചർച്ചകൾക്ക് സന്നദ്ധമാണ്. സ്റ്റീവ് വിറ്റ്കോഫും ജെറഡ് കുഷ്നറും അടങ്ങുന്ന ട്രംപിന്റെ ടീം ഇറാനുമായി രഹസ്യധാരണയിൽ എത്തിയതായാണ് വിവരം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. ലോകമെമ്പാടുമുള്ള എണ്ണവില നിയന്ത്രിക്കുന്നത് ഈ ഒരു ചെറിയ ജലപാതയാണ്. യുദ്ധം തുടങ്ങിയത് മുതൽ ഇത് ഇറാന്റെ കർശന നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ ഇന്ന് ട്രംപ് നൽകുന്ന സൂചനകൾ വളരെ വലുതാണ്. ഹോർമുസ് ഉടൻ തുറക്കുമെന്നും ഒരുപക്ഷെ അമേരിക്കയും ഇറാനും ചേർന്ന് ഇത് സംയുക്തമായി നിയന്ത്രിക്കുമെന്നുമാണ് ട്രംപിന്റെ പ്രസ്താവന. ഇത് സത്യമാണെങ്കിൽ അത് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളിൽ തന്നെ വലിയൊരു മാറ്റമായിരിക്കും. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസ് ഏജൻസി ഈ റിപ്പോർട്ടുകളെ നിഷേധിക്കുന്നുണ്ട്. അമേരിക്കയുമായി ചർച്ച നടന്നിട്ടില്ല എന്നാണ് അവരുടെ വാദം. പക്ഷേ ഇതൊരു സ്വാഭാവികമായ പ്രതിരോധ തന്ത്രം മാത്രമാണ്. സ്വന്തം രാജ്യത്തെ തീവ്രവാദ ഗ്രൂപ്പുകളെയും സൈന്യത്തെയും ശാന്തരാക്കാൻ അവർക്ക് ഇങ്ങനെ പറഞ്ഞേ മതിയാകും. പക്ഷേ അണിയറയിൽ ചർച്ചകൾ കൊഴുക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇനിയുള്ള ചോദ്യം, എന്തുകൊണ്ടാണ് ഇറാൻ ഇത്ര പെട്ടെന്ന് വഴങ്ങിയത്? അവിടെയാണ് ട്രംപിന്റെ എനർജി ത്രെറ്റ് വരുന്നത്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പവർ ഗ്രിഡുകളും തകർക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. 5 ദിവസത്തെ സാവകാശമാണ് ഇതിനായിട്ട് നൽകിയിരിക്കുന്നത്.
ഇറാന്റെ വൈദ്യുതി നിലച്ചാൽ അത് കേവലം വെളിച്ചം പോകുന്ന മാത്രം അങ്ങനെ ഒരു പ്രശ്നമല്ല. ഗൾഫ് മേഖലയിലെ മുഴുവൻ ശുദ്ധജല വിതരണ സംവിധാനങ്ങളെയും, അതായത് ഡീസാലിനേഷൻ പ്ലാന്റുകളെയും ഇത് ബാധിക്കും. ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ വലയുന്ന ഒരു സാഹചര്യം വന്നാൽ ഇറാനിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടും. യുദ്ധത്തിലൂടെ അധികാരം നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് ട്രംപുമായി ഒരു കരാറിൽ എത്തുകയാണ് എന്ന് മുസ്തഫ ഖമേനി തിരിച്ചറിഞ്ഞു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ ഭരണമാറ്റം എന്നതിനേക്കാൾ അവരുടെ ലക്ഷ്യം ഇറാന്റെ നിലപാടുകളിലെ മാറ്റമാണ്. എണ്ണ വിതരണം തടസ്സമില്ലാതെ നടക്കുക, ആണവ പദ്ധതിയേക്കാൾ ഉപരി മേഖലയിൽ സമാധാനം ഉറപ്പാക്കുക, ഇതാണ് വാഷിംഗ്ടൺ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇനി നമുക്ക് മുസ്തഫ ഖമേനിയെ കുറിച്ചൊന്ന് നോക്കാം. തീവ്ര നിലപാടുകാരനായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഇപ്പോൾ ഒരു പ്രായോഗികവാദിയായി മാറുകയാണ്. ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ 5 ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. IRGCയിലെ ഒരു വിഭാഗത്തിന് ഈ ഒരു വിട്ടുവീഴ്ചയോട് കടുത്ത എതിർപ്പുണ്ട്. ഇത് മുസ്തഫയുടെ അധികാരത്തെ ദൃഢപ്പെടുത്തുമോ അതോ ഒരു സൈനിക അട്ടിമറിക്ക് കാരണമാകുമോ എന്ന് കണ്ടറിയണം. എങ്കിലും യുദ്ധം തുടങ്ങി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ 2000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടത് ഇറാന്റെ ഭരണകൂടത്തെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ലോകവിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നത് ഇറാനെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ മുസ്തഫയ്ക്ക് ട്രംപിനെ ചേർത്ത് പിടിക്കുക അല്ലാതെ മറ്റു മാർഗമില്ല. ഈ ചർച്ചകൾ വിജയിച്ചാൽ അത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇറാൻ അമേരിക്ക ശത്രുതയ്ക്ക് ഒരു അന്ത്യം കുറിച്ചേക്കാം. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഹൈ ലെവൽ ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ശുഭകരമായ വാർത്തയാണ്. നമ്മുടെ എണ്ണ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും വരുന്നത് ഹോർമുസ് വഴിയാണ്. ഹോർമുസ് തുറക്കുന്നതും എണ്ണവില താഴുന്നതും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസമാകും. എന്നാൽ ഈ 5 ദിവസത്തെ കാലാവധി പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ വൻ തോതിലുള്ള വ്യോമാക്രമണങ്ങളിലേക്ക് അമേരിക്ക കടന്നേക്കാം. ലോകം ഇപ്പോൾ ശരിക്കും ഒരു നൂൽപാലത്തിലൂടെയാണ് നടക്കുന്നത്. ചുരുക്കത്തിൽ ബുള്ളറ്റുകളേക്കാൾ കരുത്ത് വാക്കുകൾക്കുണ്ട് എന്ന് തെളിയിക്കപ്പെടാൻ പോകുന്ന ദിവസങ്ങളാണ് വരുന്നത്. മുസ്തഫ ഖമേനി ഇറാന്റെ രക്ഷകനാകുമോ അതോ സ്വന്തം ജനതയുടെ മുന്നിൽ കീഴടങ്ങിയ നേതാവാകുമോ? യുദ്ധത്തിന്റെ ഭീകരതയിൽ നിന്നും നയതന്ത്രത്തിന്റെ മേശപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെടുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഇരുട്ടിന് ശേഷം വെളിച്ചമുണ്ടെന്ന് പറയുന്നത് പോലെ യുദ്ധത്തിന്റെയും ഉപരോധങ്ങളുടെയും ഈ കടുത്ത നാളുകൾക്ക് ശേഷം നയതന്ത്രത്തിന്റെ പുതിയ വഴികൾ തെളിയുന്നത് ലോകത്തിന് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ഹോർമുസിലെ നിഗൂഢതകൾ നീങ്ങുകയും മുസ്തഫ ട്രംപ് ചർച്ചകൾ വിജയിക്കുകയും ചെയ്താൽ അത് മാനവരാശിക്ക് സമാധാനത്തിന്റെ ഒരു പുതിയ പുലരി സമ്മാനിക്കും. ഇതിനിടയിൽ ലോകമെമ്പാടും സാമ്പത്തിക വിറങ്ങലിൽ നിൽക്കുമ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ച ഭാരതത്തിന്റെ മുന്നേറ്റം ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ്. വെടിയുണ്ടകളേക്കാൾ കരുത്ത് വിവേകപൂർണമായ വാക്കുകൾക്കുണ്ട് എന്ന് ഈ 2026-ലെ പ്രതിസന്ധികൾ തെളിയിക്കട്ടെ. സുരക്ഷിതരായിരിക്കുക, അറിവുള്ളവരായിരിക്കുക. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.